ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സ് ആണ്. സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സിൽ നോൺ പ്രഷർ ടൈപ്പ് സ്റ്റോറേജ് വാട്ടർ ഹീറ്ററാണ്. അതായത് ഗീസറിനെ കുറിച്ചാണ്, അതിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചുമുള്ള വീഡിയോകളാണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടത്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റോറേജ് വാട്ടർ ഹീറ്റേഴ്സിൽ the second type of storage water heater, that is pressure type water heater. Are you listening? Yeah. Pressure type water heaters ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നോൺ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഗീസറാണെന്നും ഗീസറിൻ്റെ കൺസ്ട്രക്ഷനും രീതികളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്ററിലും ഒക്കെ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ മോർ ഓർ ലെസ് സിമിലർ ടു നോൺ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ ആണ്. ഓൺലി ഡിഫറൻസ് ഈസ് ലാർജർ കപ്പാസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദ പ്രഷർ ആൻഡ് വൺ മോർ തിങ്, മോർ ഔട്ട്ലെറ്റ്സ്. ഇങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മോർ ഓർ ലെസ് സെയിം ആണ്. സോ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്ററിൽ വാട്ടർ ഹീറ്റർ ഈസ് റിക്വയർഡ് when we need hot water in more than one point, that is like multi-story building, ഹോട്ടലുകൾ, വലിയ ഹോട്ടലുകൾ, ഹോസ്റ്റൽ ബിൽഡിങ്സ്, നമുക്ക് ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒന്നിലധികം സ്ഥലങ്ങളിൽ ചൂടുവെള്ളം ആവശ്യം വരുമ്പോൾ നമുക്ക് ഗീസർ ആണെങ്കിൽ, നോൺ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ വാട്ടർ ഹീറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ത്രൂ പൈപ്പ് ചെയ്ത് ഒരു ഈ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ ഒരിടത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് ചെയ്ത് അത് പല ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ, ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ കൂടുതൽ വാട്ടർ ഫ്ലോ ചെയ്യേണ്ട പല സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ ഇതിന് പ്രഷർ ആവശ്യമാണ്. വെള്ളം അല്ലെങ്കിൽ പലയിടത്ത് ഒന്നിച്ച് ടാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിൽ നോൺ പ്രഷർ ടൈപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ദാൻ 300 PSI പ്രഷർ ഉള്ള ഹീറ്റേഴ്സ് ആയിരിക്കും ഇത്. ഓക്കെ, സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഫിഗറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ എക്സ്ട്രീം ലെഫ്റ്റ് ടോപ്പിൽ കാണുന്നത് ഹോട്ട് വാട്ടർ ഓവർഫ്ലോ പൈപ്പാണ്. ഒരു ബോൾ വാൾവ് കാണാം. കോൾഡ് വാട്ടർ ഇൻലെറ്റ് ലൈൻ കാണാം. കോൾഡ് വാട്ടർ ഇൻലെറ്റ് ലൈനിൽ ഒരു ബോൾ വാൾവ്, ആ ബോൾ വാൾവ് അതിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കോൾഡ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടാങ്കിനെയാണ് സിസ്റ്റേൺ നമ്മൾ വിളിക്കുന്നത്. ഈ കോൾഡ് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ടാങ്കും ഹോട്ട് വാട്ടർ ജനറേറ്റ് ചെയ്യുന്ന ടാങ്കും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഹോട്ട് വാട്ടർ ഉണ്ടാവുന്ന ടാങ്ക് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ടാങ്കാണ്. അതിനകത്തേക്ക് കോൾഡ് വാട്ടർ വരുന്നത് ത്രൂ എ പൈപ്പാണ്, സീൽഡ് പൈപ്പാണ്. ആ പൈപ്പിലൂടെ ഹോട്ട് വാട്ടർ ടാങ്ക് എന്ന് വെച്ചാൽ ഇന്നർ ടാങ്കിൻ്റെ ഏറ്റവും താഴത്തേക്കാണ് കോൾഡ് വാട്ടർ ഫ്ലോ ഉണ്ടാവുക. ഈ ടാങ്ക് ഫുള്ള് വെള്ളം ഹോട്ട് വാട്ടർ ഉണ്ടെങ്കിൽ ഈ കോൾഡ് വാട്ടർ വെള്ളം ഇതിലേക്ക് വരില്ല. ബിക്കോസ് ദർ ഈസ് ഫുൾ ഓഫ് ഹോട്ട് വാട്ടർ ടാങ്ക് ഇൻ ദ ഇന്നർ ടാങ്ക്. സോ ഒരു വലിയ എൻക്ലോഷറിൽ 2 ടാങ്കുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലാണ് പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ. അതിനകത്ത് ഹീറ്റിംഗ് എലമെൻറ്റും തെർമോസ്റ്റാറ്റും ഉണ്ട്. ഹോട്ട് വാട്ടർ ടാങ്കിൻ്റെയും സിസ്റ്റേൺ എന്ന് വെച്ചാൽ കോൾഡ് വാട്ടർ ടാങ്കിൻ്റെയും അത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ടർ, നമ്മുടെ ടോട്ടൽ പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്ററിൻ്റെ ഔട്ടർ ബോഡിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഹീറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇൻ ബിറ്റ്വീനിൽ ഫൈബർ ഗ്ലാസ് വോള് ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡോട്ടഡായിട്ട് കാണുന്നതാണ് ഫൈബർ ഗ്ലാസ് വോള്. പിന്നെ ഒരു ഔട്ട്ലെറ്റ് ലൈൻ കാണാം. ആ ഔട്ട്ലെറ്റ് ലൈനാണ്. അതിനകത്ത് ഇപ്പോൾ 2 പോയിൻറ്റുകളാണ് നമുക്ക് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ മൾട്ടിപ്പിൾ പല സ്ഥലങ്ങളിലേക്ക് ടാപ്പുകൾ കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും.
ഇതാണ് പ്രഷർ ടൈപ്പ് വാട്ടർ ഹീറ്റർ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. So what it is written here is, this type of heater gets its cold water supply through a cistern which is connected to the water main supply, which control automatically with the help of float valve. This water heater also contains inner and outer tank separated with glass wool, which prevents heat transfer from inner tank to outer tank. The other parts are inlet pipe ഉണ്ട്, outlet pipe ഉണ്ട്, heating element ഉണ്ട്, thermostat ഉണ്ട്, vent line ഉണ്ട്, overflow pipe ഉണ്ട്. In this type hot water is collected at more than one service point. Service point ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. The working principle of this type is same as that of non pressure type, except that the cold water supply ഒരു തരത്തിലായിരിക്കും. And hence the pressure is controlled automatically with the help of float valve. അത് കോൾഡ് വാട്ടർ സപ്ലൈയും സെപ്പറേഷൻ ഹോട്ട് വാട്ടർ സപ്ലൈ ആയിട്ട് ഒരു ചെറിയ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രഷർ എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്ലോട്ട് വാൾവ്. The heater is used to supply hot water to different floors of the building. In this type of water heater, source point അതായത് ഹീറ്ററിൻ്റെ ലൊക്കേഷൻ ആൻഡ് ദി ആക്സസ് പോയിന്റ് അതായത് സർവീസ് പോയിന്റ്, അതായത് നമുക്ക് എവിടെ എത്ര റൂമുകളിലാണോ നമുക്ക് ഹോട്ട് വാട്ടർ ഡെലിവറി ഉണ്ടാവുക അതിനെയാണ് സർവീസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആസ് എ യൂസർ നമുക്ക് കോൾഡ് വാട്ടറിൻ്റെ ഫ്ലോയിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. അത് ഈ ഫ്ലോട്ട് വാൾവാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഹോട്ട് വാട്ടർ യൂട്ടിലൈസ് ചെയ്യുന്നതിനനുസരിച്ച് കോൾഡ് വാട്ടർ ടാങ്ക് സിസ്റ്റേൺ ടാങ്കിൽ നിന്ന് ഇന്നർ ടാങ്കിലേക്ക് ഹോട്ട് വാട്ടർ ടാങ്കിലേക്ക് വെള്ളം ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഹീറ്റർ ഓൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ മൾട്ടിപ്പിൾ പോയിൻ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ അളവ് കുറയും. ചൂടായിട്ടുള്ള വെള്ളം കിട്ടുന്നതിൻ്റെ അളവ് കുറയും. കാരണം നമ്മൾ ഡെലിവറി എടുത്തുകൊണ്ടിരിക്കുകയാണ്, കോൾഡ് വാട്ടർ ടാങ്ക് സിസ്റ്റം ടാങ്കിൽ നിന്ന് ഹോട്ട് വാട്ടർ ടാങ്കിലോട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്, ചൂടാവുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താവും, ചൂടുവെള്ളത്തിൻ്റെ ലഭ്യത കുറയും. ഇതാണ് അതിൻ്റെ drawback. So this is what we have to learn about pressure type storage water heater.